അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ റമദാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ, ഖുർആനെ മനസ്സിലാക്കുമ്പം, നോമ്പിനെയും ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളെയും മനസ്സിലാക്കുമ്പം, ആരാധനാ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയം, പ്രത്യേകിച്ച് നോമ്പ് പോലെ നമ്മൾ ഏകദേശം ഒരു മാസം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വ്യത്യസ്തമായി നമ്മളെ ജീവിതത്തിൽ നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരു മാസത്തോളം, 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, ഒരു മാസത്തോളം നമ്മളെ മാറ്റിപ്പണിത ധാരാളം ദിക്റുകളും ആരാധനകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോയ ഒരു മാസം. ആ മാസത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് നിന്നിട്ട് നമ്മളോട് ചോദിക്കേണ്ടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, നോമ്പിനുള്ള ഞാനും നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. നമുക്കറിയാം, ഖുർആൻ വളരെ കൃത്യമായിട്ട് നോമ്പിനൊരു ലക്ഷ്യം പറയുന്നുണ്ട്. അത് തഖ്വ നേടലാണ്. നമ്മളെ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് തഖ്വ. ആ തഖ്വ നേടലാണ് നോമ്പ്. അത് നമ്മൾ നേടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. നമ്മൾ എങ്ങനെയൊക്കെയുള്ള നോമ്പാണെങ്കിലും, ഏകദേശം ഒരു ആവറേജ് നോമ്പാണെങ്കിൽ പോലും തഖ്വ നമുക്ക് കൂടിയിട്ടുണ്ട്. കാരണം അത്രയും ധാരാളം ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മളോട് ചോദിക്കേണ്ടത്, നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പിന് മുന്നേ ഉള്ള അവസ്ഥയേക്കാൾ എന്തെങ്കിലും മെച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചോദിക്കേണ്ടുന്ന നിമിഷമാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു സമയമാണ്. എന്താണ് നമ്മളിൽ മാറ്റം വന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഖുർആൻ പാരായണത്തിൻ്റെ സമയത്തിൽ എന്താണ് നമ്മളിൽ മാറ്റം വന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു സ്വയം വിലയിരുത്തൽ ക്ലാസ്സാണ് നടക്കുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാലേ ഇത് നിങ്ങൾക്കും എനിക്കും ഉപകാരപ്പെടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് ചോദിക്കേണ്ടത്, ആ ഒരു മാസം നമ്മൾ നേടിയെടുത്ത ശീലങ്ങൾ നമ്മൾ നിർത്താൻ പോകുകയാണോ എന്ന് അള്ളാഹിനെ മുൻനിർത്തിയിട്ട് നമ്മളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പം തന്നെ കുറേ വേദനകൾ ഉള്ളിൽ, കുറേ പുകച്ചലുകൾ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 2 ആഴ്ച തന്നെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ സുബ്ഹി പോലെയല്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ സുബ്ഹി. ആ നോമ്പിൻ്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം പോലെയല്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ ബന്ധം. ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ട് പടച്ചവനെ മുൻനിർത്തി നേടിയെടുത്ത ആ ശീലങ്ങൾ നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമില്ലേ? വലിയൊരു നമ്മളെ തന്നെ മാറ്റിയെടുത്ത ആ വലിയൊരു പീക്കിലെത്തിയിട്ട് നമ്മൾ ആ നഷ്ടപ്പെടുത്തുന്നതിൽ വലിയൊരു എന്തോ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ആലോചിക്കേണ്ടുന്ന സമയമാണ് ഇത്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകാറില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിലെ ആരാധനകളെ കുറിച്ച് തന്നെ നമുക്കെന്ന് വെച്ചാൽ പൊതുവിൽ വിശ്വാസികൾക്കുള്ളൊരു തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് അതില്ലാത്തത്. നമ്മളൊരിക്കലും നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരുത്തർ നിസ്കാരത്തിനെ കുറിച്ച്, ദുഹറിന് ശേഷം അസറിൻ്റെ ഇടയിൽ എപ്പോഴാണ് നമ്മൾ ദുഹർ നിസ്കാരത്തിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച് ആലോചിച്ചത്? ഹജ്ജിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഹജ്ജിലൂടെ ഞാൻ എന്തായി എന്നെപ്പോഴാണ് ആലോചിച്ചത്? ഹജ്ജിനെ കുറിച്ച് ആലോചിക്കും, മുസല്ലയിൽ നമ്മൾ നിസ്കാരത്തിനെ കുറിച്ച് ആലോചിക്കും, റമദാനിൽ നമ്മൾ നോമ്പിനെ കുറിച്ച് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് ആരാധനകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ കാരണം, നമ്മൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആരാധനകൾ സ്വയം തന്നെ ലക്ഷ്യമായി പോകുന്നത് കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്. ആരാധനകൾ സ്വയം തന്നെ ലക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കരിക്കൽ ഒരു ലക്ഷ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. കാരണം ഒളു എടുക്കുക, സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുക, സലാം വീട്ടുക, അതന്നെ ലക്ഷ്യമാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഖുർആനിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
നമസ്കരിച്ച് കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകളെ തടയണം. അപ്പൊ നിസ്കാരത്തിൽ മാത്രം നിസ്കാരമല്ല ലക്ഷ്യം. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് ലക്ഷ്യം. നോമ്പ് മാത്രം ലക്ഷ്യമാകുമ്പോൾ ഇത് ഓക്കെയാണ്. കാരണം രാവിലെ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, മഗ്‌രിബിന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ 30-ാമത്തെ ദിവസം നമ്മൾ എല്ലാം കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ ഒരു മാസം അങ്ങനെ പോകലാണ് ലക്ഷ്യമെങ്കിൽ ഓക്കെയാണ്. പല മതങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ലഅല്ലക്കും തത്തക്കൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ ലക്ഷ്യം ആ നോമ്പിലൂടെ അടുത്ത 11 മാസം ആ നോമ്പ് വെളിച്ചമായിട്ട് നോമ്പ് കാണണം അടുത്ത മാസം. അങ്ങനെയുള്ളൊരു മതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പം ആരാധനകൾ ലക്ഷ്യമായി കാണുമ്പോൾ ഇത് ഓക്കെയാണ്. ആരാധനകൾ ലക്ഷ്യമല്ല, ആരാധനകൾ ലക്ഷ്യം നേടാനുള്ള മാർഗമാവുമ്പം അതിനുശേഷം നമ്മൾ ആലോചിക്കേണ്ടി വരും. അതേപോലെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും ധാരാളം മതങ്ങളുണ്ട്, ധാരാളം വിശ്വാസികളുണ്ട്. എന്ന് മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് വിശ്വാസികളാണ്. നമുക്ക് നമ്മളെ മതത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതവിശ്വാസികൾ ചെയ്യുന്നതൊക്കെ ഏതോ ഒരു അർത്ഥത്തിൽ കൾച്ചറലി നമുക്ക് എന്ത് ചെയ്യും, നമുക്കും ആ ഒരു കാഴ്ചപ്പാട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ആരാധനകളിൽ മാത്രം കഴിയുന്ന, ഒരു തേങ്ങ ഉടച്ചാലോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2 കുമ്പിട്ടാലോ തീരുന്നതാണ് ആരാധന എന്ന കാഴ്ചപ്പാട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ നോമ്പ്, ശരിക്കും നമ്മൾ നോമ്പിനെ കുറിച്ച് ആലോചിക്കുമ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച് ആലോചിക്കുമ്പം ശരിക്കും നോമ്പ് വിട പറയുന്നില്ല. ഒരു മാസം വിട പറയുന്നുണ്ട്, ഒരു മാസം പോകുന്നുണ്ട്, ഒരു പരിശീലനം നിൽക്കുന്നുണ്ട്. പക്ഷേ നോമ്പുകാരൻ ശരിക്ക് ജനിക്കുന്നത് നോമ്പിന് ശേഷമാണ് എന്നുള്ളതാണ്. ശരിക്കും നോമ്പുകാരൻ ജനിക്കുന്നത് നോമ്പിന് ശേഷമാണ്. നോമ്പ് കഴിഞ്ഞു പോകുന്നുണ്ട്, മാസം കഴിഞ്ഞു പോകുന്നുണ്ട്, ചടങ്ങുകളും പിന്നെ ധാരാളം അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നോമ്പുകാരൻ പിറന്നു വീഴുന്നത് ആ 30-ാമത്തെ അല്ലെങ്കിൽ 29-ാമത്തെ നോമ്പ് കഴിഞ്ഞിട്ടാണ് എന്ന് കാണാൻ കഴിയും. ആരാധനകളുടെ എണ്ണവും സമയവുമൊക്കെ തീരും. പക്ഷെ നമ്മൾ നോമ്പിലായിരിക്കണം, നമസ്കാരത്തിലായിരിക്കണം, ഹാജി ആയിരിക്കണം. ഹാജിയെ കാണേണ്ടത് ഹജ്ജിന് ശേഷമുള്ള ജീവിതത്തിലാണ് എന്നതാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതാകുക. ഇത് പിന്നെ ഖുർആനിൽ നമ്മൾ നോക്കുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാധനകളെ കുറിച്ച് നോക്കുമ്പം, എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ? ഇത് നമ്മൾ പിന്നെ നോമ്പിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ എന്തോ ഒരു ചടങ്ങ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരർത്ഥവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പ്ലേസ് ചെയ്ത സംഭവങ്ങൾ അല്ല. ആരാധനകൾ ജീവിതത്തിൻ്റെ പ്രതീകാത്മകമായ റെപ്രസെൻറ്റേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വളരെ പ്രതീകാത്മകമായിട്ട് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എണ്ണത്തിൽ ചെയ്യാണ്. വളരെ സിമ്പിൾ ഉദാഹരണം, ഇത് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണം, ഹജ്ജിൽ നമ്മൾ ഷെയ്ത്താനെ ഒരു സ്ഥലത്ത് പോയിട്ട് ജംറയിൽ പോയിട്ട് കല്ലെറിയുന്നതാണ്. നമ്മൾ അത് മാത്രം ആലോചിച്ചാൽ ഇസ്ലാമിലെ ആരാധനകൾ നമുക്ക് മനസ്സിലാവും. ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു പ്രത്യേക ദിശയിൽ കല്ലെറിയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു നിരർത്ഥകമായിട്ട് പോകും. വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു ജീവിതത്തിൽ എവിടെ പിശാചിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോഴും അതിനെ കല്ലെറിയും, ഞാൻ അതിനെ പിന്നെ എന്ത് ചെയ്യും, എറിഞ്ഞു ഓടിക്കും എന്നത് ഞാൻ എന്ത് ചെയ്യാണ്, പ്രതീകാത്മകമായി സിംബോളിക്കായിട്ട് ഒരു സ്ഥലത്ത് ചെയ്യാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ് ആരാധനകളിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹ്ക്ക് വണങ്ങിയിട്ടുള്ള നിലപാടുകളെ എടുക്കുള്ളൂ എന്നത് സിംബോളിക്കായിട്ട് കാണിക്കണം. വളരെ സിമ്പിളാണ്. അതേപോലെ നോമ്പിന്റെ പ്രതീകാത്മകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ള പറഞ്ഞ സമയത്ത് ആഹാരം കഴിക്കുകയും അള്ള പറഞ്ഞ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാനെ സെക്കൻഡ് വെച്ചുകൊണ്ട് അനുസരിക്കുകയും അള്ളയല്ലാത്ത ഏത് സാധനം വന്നാലും അള്ളാനെ അനുസരിച്ചുകൊണ്ട് അത് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരു മാസം നമ്മളെ തന്നെ പരിശീലിക്കുകയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരർത്ഥവും ഇല്ലാത്തൊരു നാടകമല്ല നമ്മൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നോമ്പിലെ പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുന്നത് അള്ളാനെ അനുസരിച്ച് ഭക്ഷണം ഒഴിവാക്കലാണെങ്കിൽ, ജീവിതത്തിൽ അള്ളാനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ വരുന്ന എന്തിനേയും ഒഴിവാക്കുക എന്നതാണ് ഈ 11 മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഞാൻ ഒന്നും കൂടി നമ്മളോട് ചോദിക്കേണ്ടതാണ്. ഈ 2 ആഴ്ച നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഈ 2 ആഴ്ച
ഭക്ഷണം അള്ള പറഞ്ഞ സമയത്ത് ഭക്ഷണം ഒഴിവാക്കി അള്ളാഹ്ക്കും നമുക്കും ഇടയിൽ വരുന്ന എല്ലാത്തിനെയും ഒഴിവാക്കാൻ തയ്യാറായ നമ്മളുടെ ഈ 2 ആഴ്ച ആ പ്രതീകാത്മകമായ സാധനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ മാത്രം ഇതിന് ഉത്തരം കിട്ടും. സുബഹിക്ക് എണീക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പം അള്ളാഹിൻ്റെ മുന്നിൽ അള്ളാഹ്ക്കും നമുക്കും ഇടയിൽ തടസ്സമായി വരുന്ന മടിയെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് സുബഹിക്ക് പോകാൻ കഴിയുന്നുണ്ടോ? ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പം അയാൾ മോശമായി പെരുമാറി കഴിയുമ്പം തിരിച്ച് മറുപടി പറയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ അടക്കി വെച്ചുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയതുപോലെ മഗ്‌രിബിന്റെ കൃത്യസമയത്ത് കാരക്ക തിന്നതുപോലെ നോമ്പ് തുറന്നതുപോലെ അള്ളാനെ അനുസരിക്കാൻ ആ നിമിഷത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത്, സാമ്പത്തിക ഇടപാട് നടത്തുമ്പം നമുക്കത് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഈ നോമ്പിന്റെ ഈ സമയം, നോമ്പിന്റെ ആ 1 മാസം പ്രതിഫലിക്കേണ്ടത് ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, റമദാനിൽ ചെയ്ത അള്ള പറഞ്ഞ ഏത് കാര്യമാണ് മറ്റു മാസങ്ങളിൽ നിർബന്ധമല്ലാത്തത്? റമദാനിൽ നമ്മൾ ചെയ്ത ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആനുമായിട്ടുള്ള ബന്ധം, ദിക്റ്, മോശം കാര്യം പറയരുത്, ഒരാളെ എന്താണ് ഒരാളെ വേറെ രീതിയിൽ ചതിക്കരുത്, എല്ലാ കാര്യം, ഇതിൽ ഏത് കാര്യമാണ് മറ്റു മാസത്തിൽ നമുക്ക് പ്രസക്തമല്ലാത്ത? ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടതല്ലാത്ത ഏത് കാര്യമാണുള്ളത്? അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ ചെയ്യണമെന്ന് അള്ള പറഞ്ഞിട്ടില്ലാത്ത ഏത് കാര്യമാണുള്ളത്? എല്ലാം അതേപോലെയാണ് എന്ന് കാണാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മാറുന്നത് എന്ന് നമ്മളോട് ആലോചിക്കുന്ന വലിയ വിഷയമാണ് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ ആരാധനയും ജീവിതവും, ഇസ്ലാമിലെ ആരാധനയും ജീവിതം, ഞാൻ പറയുന്നത് ഈ വിഷയം മാത്രം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുസ്ലിം എന്ന അർത്ഥത്തിൽ നമ്മളിൽ വരേണ്ടുന്ന, മറ്റു വിശ്വാസികളിൽ നിന്ന് നമ്മളിൽ വരേണ്ടുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മനസ്സിൽ ഫീൽ ചെയ്യുന്ന വിഷയങ്ങളിൽ, നമുക്ക് വിഷമമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ എപ്പോഴാണ് നമുക്ക് ആരാധനകൾ ഒരു പരിഹാരവും ആശ്വാസവുമായിട്ട് മാറിയിട്ടുള്ളത്? വളരെ പച്ചയായിട്ട് ചോദിച്ചാൽ, നമുക്കൊരു ജോലി നഷ്ടം വരുമ്പം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഞാനും ഭാര്യയും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് നിസ്കരിച്ചിട്ട് കുറച്ച് സമാധാനം കിട്ടിക്കളയാം, അല്ലെങ്കിൽ എനിക്ക് ഈമാൻ ഒന്ന് കുറയുമ്പം ഒരു ദിവസം ഒരു നോമ്പെടുത്തിട്ട് ഒന്ന് ആ ഈമാൻ തഖ്വ കൂട്ടിക്കളയാം എന്ന് നമ്മൾ എപ്പോഴാണ് ആലോചിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരാധനകൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്, ബിലാലെ, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നീ ബാങ്ക് കൊടുക്കൂ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കൂ എന്നാണ്. ഖുർആനിൽ നിങ്ങൾ നമസ്കാരത്തെ പരിചയപ്പെടുന്ന ഇടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ചൂടിൽ അല്ലാതെ ഒരിടത്തും ഖുർആനിലെ നമസ്കാരത്തെ പരിചയപ്പെടുന്നില്ല. എല്ലാം യുദ്ധ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു പിന്നെ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്ന ഇന്ന കൽ കൗസർ ഫസ്വല്ലി എന്നാണ്. ഏത് സന്ദർഭത്തിലാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം മാനസിക സമ്മർദ്ദം അനുഭവിച്ച സമയത്താണ് അള്ള പറയുന്നത് ഫസ്വല്ലി എന്നാണ്. നീ നമസ്കരിക്കുക, സമാധാനം കിട്ടാൻ വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത് പറയുന്നത് കാണാൻ പറ്റും. നമ്മളൊരു ഉദാഹരണം, നമുക്ക് ധാരാളം പ്രശ്നമുണ്ട്, അതിന് പരിഹാരമായ ടൂളുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് മാനസിക പ്രശ്നമുണ്ട്, മിസൈൽ മുകളിൽ നിന്ന് വരുന്നുണ്ട്, ജോലി നഷ്ടമാകുന്നുണ്ട്, ശമ്പളം കട്ടാകുന്നുണ്ട്, നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ ടൂള്? നമുക്കറിയാം, അള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമസ്കാരം, ഖുർആൻ, ഇതൊക്കെയാണ് ടൂള്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരം നമുക്കുണ്ടാകുന്ന ആ സമയത്തെ വിഷമങ്ങൾക്കൊരു പരിഹാരമാകുന്നില്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ്റെ പ്രശ്നം. നമ്മൾ നോമ്പുമായിട്ട് ഇതിനെ നമ്മൾ ഇതാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത്, ധാരാളം ആയത്തുകൾ നമുക്ക് പറയാൻ പറ്റും, ഒരൊറ്റ ഖുർആനിലെ ഒരൊറ്റ സൂറത്തിലെ ഒരു ഭാഗം മാത്രം പറഞ്ഞു, ധാരാളം പറയാൻ കഴിയും. ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും എങ്ങനെയാണ് അള്ളാഹു ഈ ആരാധനകളെ നമുക്ക് പരിചയപ്പെടുന്നത് എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത്, അദ്ദേഹത്തിൻ്റെ പ്രബോധനം തുടങ്ങിയ ആദ്യ കാലഘട്ടം, തുടക്കത്തിൽ നമുക്ക് വഹി കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സാധാരണക്കാരനായ ആ സമൂഹത്തിൽ, അങ്ങനെ ഭയങ്കര ഔട്ട്സ്പോക്കൺ അല്ലാത്ത, പിന്നെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, 40 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയൊരു ഭാരം, വലിയ ഉത്തരവാദിത്തം അള്ളാഹു കൊടുക്കുകയാണ്. ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവരോട് പറഞ്ഞ് അവരെ നന്നാക്കണം, വലിയൊരു കാര്യം. പ്രവാചകൻ ഈ പണി തുടങ്ങുമ്പം തന്നെ പ്രശ്നമാണ്, ഭയങ്കര എതിർപ്പ്.
പ്രവാചകൻ എന്ത് ചെയ്യും? ഒരു പച്ചയായ മനുഷ്യന് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രവാചകന് സംഭവിച്ചു. എന്താണ്? അദ്ദേഹം ഒന്ന് ഉൾവലിഞ്ഞു, ഒന്ന് ബാക്കോട്ട് അടിച്ചു. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന് ബാക്കോട്ട് അടിച്ചു. ആ സമയത്ത് ഇറങ്ങിയ 2 സൂറത്തുകളാണ് സൂറ മുസമ്മിലും സൂറ മുദ്ദസിറും. സൂറത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ, ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സൂറത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ സൂറത്തിൽ രണ്ടും 2 വിഷയങ്ങളാണ് പറയുന്നത്. സൂറ മുസമ്മിൽ തുടക്കത്തിലെ ആയത്ത് നമുക്ക് നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ. മുസമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂടി പുതച്ചവനെ എന്ന് പറഞ്ഞാൽ, മൂടി പുതച്ചവനെ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥത്തിൽ മൂടി പുതക്കുന്നതിനെ കുറിച്ചല്ല, ഒന്ന് ബാക്കോട്ട് അടിച്ചവനെ എന്ന് വെച്ചാൽ ഒന്ന് പുറകോട്ട് പോയവനെ. കുമിൽ ലൈല ഇല്ല കലീല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്, കുമിൽ ലൈല ഇല്ല കലീല. നീ രാത്രി എണീറ്റിട്ട് നിസ്കരിക്കണം. പേഴ്സണാലിറ്റി റെഡിയാകണം. അതാവണമെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിലിറങ്ങി കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷൻ കുമിൽ ലൈല ഇല്ല കലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം എന്ന ആരാധനയാണ് അള്ളാഹു പരിചയപ്പെടുന്നത്. നിസ്ഫഹു അവിൻ കുസ് മിൻഹു കലീല, അതന്നെയാണ് പറയുന്നത് നിസ്കരിക്കുക. ഇനി എന്താണ് അടുത്തത്? ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. രണ്ടാമത്തെ ടൂള് എന്താണ്? ഖുർആൻ ഓതലാണ്. ഒരാളുടെ ജീവിതത്തിലാട്ടോ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് പ്രവാചകന്റെ പ്രശ്നം? ജീവിത പ്രശ്നമാണ്. ആൾക്കാരോട് സംസാരിക്കണം, കോൺഫിഡൻസ് ഇല്ലായ്മ, പിന്നെ ഒരു സാധനം അറിയണം, ധൈര്യം, ഇതൊക്കെയാണ് പ്രശ്നം, ജീവിത പ്രശ്നങ്ങളാണ്. ആ ജീവിത പ്രശ്നത്തിന് രണ്ടാമത്തെ സൊല്യൂഷൻ ഖുർആൻ ഓതുക. ഇന്നാ സനുൽക്കി അലൈക ഖൗലൻ സഖീല, നിനക്ക് ഞാൻ ഭാരിച്ച വചനം അവതരിപ്പിക്കാൻ പോകുന്നു. ഇനി പറയുന്നത് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. നീ രാത്രി എണീറ്റ് നിസ്കരിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യും? മനസ്സിന് ഭയങ്കര ഊർജം കിട്ടും. ഇനിയുള്ള പ്രയോഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തൊവീല. നിനക്ക് രാവിലെ ധാരാളം പണിയുണ്ട്. അപ്പം നിനക്ക് രാവിലെ ധാരാളം പണിയുണ്ട് എന്നത് പറയുന്നതിന് മുന്നേ നിസ്കരിക്കുക, ഖുർആൻ ഓതുക എന്നാണ് പറയുന്നത്. നിനക്ക് ഓഫീസിൽ പോയിട്ട് വളരെ കടുപ്പമുള്ളൊരു പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്, കുറേ മാനേജേഴ്സിൻ്റെ മുന്നിൽ, കോൺഫിഡൻസ് കുറവാണ്. രാത്രി എണീറ്റിട്ട് നിസ്കരിക്കുക. നിസ്കാരമാണ് അതിന് പരിഹാരം. ഖുർആൻ ഓത്താണ് അതിന് പരിഹാരം. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നമുണ്ട്, സബ്ഹൻ തവീല, കുറേ പ്രശ്നങ്ങളുണ്ട്. നിസ്കാരമാണ് ഫസ്റ്റ് പരിഹാരം. കൗൺസിലറോ ഒന്നുമല്ല, നോമ്പാണ് ഫസ്റ്റ് പരിഹാരം. ഇതിലേക്ക് നമ്മൾ എത്തണം. ഇതെത്തുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുള്ളൂ. സുജൂദിൽ കിടന്ന അള്ളാഹിനോട് 2 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. സുജൂദിനോളം വലിയ പരിഹാരം വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ ലെവലിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആരാധനകൾ നമുക്ക് കൃത്യമാകണം എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇസ്ലാമിലെ ഇങ്ങനത്തെ ധാരാളം ആയത്തുകൾ നമുക്ക് പറയാൻ കഴിയും. ഇതൊരു ഉദാഹരണമാണ്. നോമ്പിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ആരാധനകളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ആരാധനകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ്, 1 മണിക്കൂർ, മാക്സിമം ഒരു 3-4 ദിവസം കഴിഞ്ഞു പോകും. നോമ്പിന് 1 മാസം നമ്മളൊരു വിശ്വാസിയെ പോലെ ജീവിക്കുകയാണ്. 1 മാസം ഒരാൾ ജീവിച്ചിട്ട് പിന്നെ അയാൾ നന്നായിട്ടില്ലെങ്കിൽ അയാളെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ. 1. 2, 1 മാസം അള്ളാനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ്. അള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹിനോട് പറയാം, പഠിച്ചോനെ എനിക്ക് അവ്വല് സുബഹിക്ക് നിസ്കരിക്കാൻ കഴിയും, ഓക്കെ എനിക്ക് കഴിയും, സമയം കണ്ടെത്തി ഖുർആൻ ഓതാൻ കഴിയും, എനിക്ക് കഴിയും എന്ന് അള്ളാഹിനെ പ്രൂവ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു മാസം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വണ്ണം ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത സുന്ദരമായ ആരാധനാക്രമമാണ് നോമ്പ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്ന് കാണാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നോമ്പിൽ അങ്ങനെ നന്നാകാൻ കഴിഞ്ഞത് എന്നതിനെയും അത് കഴിഞ്ഞിട്ടുള്ള മാസത്തിലെ മൈൻഡ് സെറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്താണ് നോമ്പ്, റമളാൻ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? നമുക്ക് എന്തുകൊണ്ട് 1 മാസം വ്യത്യസ്തമായ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, ബാക്കി നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായിരുന്നു നോമ്പിൻ്റെ മൈൻഡ് സെറ്റ്? ഒന്നാമത്തെ മൈൻഡ് സെറ്റ് എണ്ണപ്പെട്ട ദിവസങ്ങൾ, അയ്യാമൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളുടെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമുക്ക് ഫിക്സ്ഡ് ടൈം ഉണ്ട്, ഇത്ര ദിവസം ചെയ്താൽ മതി, ആ ദിവസം മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യാം. അതിനൊരു ടാർഗറ്റഡ് ആണ്. 30 ദിവസം മാക്സിമം ചെയ്യാം. നമ്മളെ മാറ്റിയതിൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്? എണ്ണപ്പെട്ട ദിവസം എന്ന മൈൻഡ് സെറ്റാണ്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ പ്രശ്നം എന്താണ്?
ബാക്കി ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിക്കൂല എന്നാണ്. അത് ഉറപ്പാണ്, നമ്മൾ മരിക്കൂല നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പാണ്. എന്തായാലും ഒരു ഡിസംബറിന് മുന്നേ ഒന്നും എന്താവില്ല, നമ്മൾ മരിക്കൂല. നമുക്ക് ഇത് നമ്മൾ വെറുതെ പറയാണ്, മരണമൊക്കെ നമുക്ക് ഉറപ്പാണ്, വെറുതെ പറയാണ്. ആര് മരിച്ചാലും ഞാനിങ്ങനെ ജീവിച്ചു പോകും എന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. അടുത്ത റമദാൻ, മറ്റേ വീട് പണി, മോൻ്റെ പഠനം, ഇതൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻ്റിൽ ചെയ്യണം, നമ്മൾ മരിക്കൂല. അപ്പം നോമ്പിന് നമുക്ക് വളരെ കൃത്യമാണ് 30 ദിവസം 29 ദിവസം, അതായിരുന്നു നമ്മുടെ മൈൻഡ് സെറ്റ്. ബാക്കി ദിവസങ്ങളിൽ നമുക്കിത് എപ്പോൾ തീരുമെന്ന് അറിയില്ല. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതെപ്പോൾ തീരുമെന്ന് അറിയാൻ പറ്റില്ല. നീ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കണം, ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്, നോമ്പിന് എന്താണ് നമ്മൾ മാറ്റിയത്, റമദാൻ മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ ഒരു വിഷയം ധാരാളം പ്രതിഫലം എന്ന പ്രതീക്ഷയാണ്. ധാരാളം പ്രതിഫലം എന്ന പ്രതീക്ഷയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ നോമ്പിന്, അത് ഉള്ളതുമാണ്. അൽഹംദുലില്ലാ, പടച്ചോനെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നോമ്പിന് ധാരാളം പ്രതിഫലം എന്ന പ്രതീക്ഷയാണ്. മറ്റു മാസങ്ങളിൽ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലായ്മയും ആണ്. ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പം സ്വർഗത്തിലൊരു വീട് പണിയപ്പെടുന്നുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. 33 പ്രാവശ്യം നമ്മൾ ദിക്ർ ചെയ്യുമ്പം വലിയ പ്രതിഫലമുണ്ട് എന്നത് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഇത് ഒരു സ്വയം വിചാരണ ക്ലാസ് ആണ്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്. നോമ്പിന് തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ധാരാളം പ്രതിഫലം എന്നുള്ളത്. മറ്റു മാസങ്ങളിൽ ഇതില്ലായ്മ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. മൂന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മാറ്റം എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. മാറ്റം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ജോലി UAE ജോലി മാറ്റം, അല്ലെങ്കിൽ വീട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ സ്ഥാനം മാറുന്നു. മാറ്റം ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ മാറും, ഫ്രഷാണ്, കുറച്ചും കൂടി പുതിയ സാധനങ്ങൾ ചെയ്യാൻ ഇതാകും. നോമ്പിൻ്റെ ഏറ്റവും സൈക്കോളജിക്കലായിട്ട് ഏറ്റവും ശക്തമായ ഇമ്പാക്റ്റ്, നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പം ഒരു മാസം ആ മാസം മാറാൻ വേണ്ടി എല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നത് 99% അങ്ങേയറ്റത്തെ കുറ്റവാളിയും മോശം സ്വഭാവം അല്ലെങ്കിലും 99% ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും ഈ നോമ്പിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഒന്ന് നന്നാവണം എന്ന. മാറ്റം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റു മാസങ്ങളിലെ നമ്മളെ പ്രശ്നം ഒഴുക്കൻ ജീവിതമാണ്. നമ്മൾക്ക് ബോധം വരുന്നത് ആഴ്ചയിലും മാസങ്ങളിലുമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ, ഒരു മധ്യവയസ്കൻ ഹാർട്ട് അറ്റാക്കായി വന്ന് മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളൊന്ന് ഉണരാം, അല്ല ഞാനും മരിക്കുമല്ലോ എന്നുള്ളത്. അപ്പം ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഒഴുക്കില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എന്ത് ആരാധന ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയില്ല. കാരണം ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. നോമ്പിന് മാറ്റം എന്ന ഫാക്ടറാണ് നമ്മളെ മാറ്റിയത്. നാലാമത്, നമ്മൾ മനസ്സുകൊണ്ട് റെഡിയാകുന്നു എന്നുള്ളതാണ് നോമ്പിൻ്റെ റമദാൻ മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും പ്രധാനം. മനസ്സുകൊണ്ട് റെഡിയാകൽ വളരെ പ്രധാനം. ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് നീയത്ത് പ്രധാനമാകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. നീയത്തിൻ്റെ പ്രധാനം, നിങ്ങൾ ഒതു കൊടുക്കുന്ന ആലോചിച്ച് നോക്കുക. ഒതു കൊടുക്കുക വെച്ചാൽ മൊത്തം ശരീരമൊന്നും വൃത്തിയാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ജീവിതത്തിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിസ്കാരത്തിന് മുന്നേ നമ്മൾ മനസ്സുകൊണ്ട് റെഡിയാവുന്നു. നോമ്പിന് നമ്മൾ മനസ്സുകൊണ്ട് റെഡിയാവുന്നുണ്ട്. രാവിലെ എണീക്കുന്നു, അത്താഴം കഴിക്കുന്നു, മനസ്സുകൊണ്ട് ആ ദിവസത്തെ റെഡിയാവുന്നു. മറ്റ് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിയത്തുകളില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോവാണ്. അഞ്ചാമത്, നമുക്ക് വിശക്കാത്തത് കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത്. നമുക്ക് വിശന്നിട്ടും അള്ളാഹ്ക്ക് വേണ്ടി ആ വിശപ്പ് മാറ്റി വെച്ചത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത്. എന്ന് വെച്ചാൽ നമുക്കുള്ള പ്രലോഭനങ്ങളെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മറികടക്കുകയാണ്. ബോധപൂർവം നമ്മൾ മറികടന്നിരുന്നു. നമുക്ക് നോക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ നോക്കാതിരുന്നത്. നോമ്പിന് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നോക്കണ്ടെന്ന് വെച്ചതാണ്. നമുക്ക് ഉറക്കം വരാത്തത് കൊണ്ടല്ല നമ്മൾ ഉറങ്ങാതിരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന ഖുർആൻ നമ്മൾ ഓതിയതാണ്. ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു പ്രലോഭനത്തെ മറികടന്നിട്ടാണ് നോമ്പിന് ഓരോ കാര്യങ്ങളും ചെയ്തത്. മറ്റു മാസങ്ങളിൽ പ്രലോഭനമൊന്നും ആവശ്യമില്ല. പ്രലോഭനത്തിൻ്റെ എന്ന് വെച്ചാൽ തുടക്കം മതി. നീ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ഒരു ചെറിയ എക്സ്ക്യൂസ് കിട്ടിയാൽ നമസ്കാരം നമ്മൾ ഒഴിവാക്കും. ഒരു ചെറിയ വേറെന്നും കിട്ടിയാൽ ഖുർആൻ ഓത്ത് അന്നത്തേക്ക് നമ്മൾ മാറ്റിവെക്കും. നോമ്പിന് അങ്ങനെയല്ല. നോമ്പിന് നമ്മൾ കോൺഷ്യസ് ആയിട്ട്, തറാവീന് നമ്മൾ സമയം മാറ്റി വെച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 മണിക്കൊക്കെ നമ്മൾ പിന്നെ 8 റക്കാത്തൊക്കെ പോയിട്ട് ഇപ്പം പറഞ്ഞ് നിസ്കരിക്കാൻ കഴിയുമോ? 8 മണിക്ക് 8 മണി ഏറെ സമയത്ത് നല്ല കഴിച്ചിട്ടൊക്കെ ഏകദേശം ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് പള്ളി തേടി നല്ല കിറാത്ത് തേടി പോയതാണ്. നമ്മളങ്ങനെ ഓട്ടോമാറ്റിക് പോയതല്ല. ഇപ്പം നമുക്ക് കഴിയുന്നില്ല. ഇഷാക്ക് നിസ്കരിക്കാൻ 4 റക്കാത്തുള്ളൂ, പറ്റുന്നില്ല. എന്ത് വെച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ മറികടക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്.
ഖുർആന് എന്തുകൊണ്ടാണ് നമുക്ക് ഓതാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ടാർഗറ്റും വ്യവസ്ഥയും വെച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതി. ഇന്ന സമയം ഞാൻ ഖുർആൻ ഓതും, ഖത്തം തീർക്കും, ഇത്ര സൂറത്തുകൾ പഠിക്കും എന്ന് നമുക്കിതായിരുന്നു. മറ്റു മാസങ്ങളിൽ എന്തില്ല, ഒരു റൂട്ടീനും ഇല്ല. നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഖുർആൻ ഓതും എന്ന മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. അള്ളാഹിന്റെ സാമീപ്യം നമ്മൾ വല്ലാതെ അനുഭവിച്ചു. എന്തുകൊണ്ടാണ്? അള്ളാഹിനെ ഫോക്കസ് ചെയ്തത് കൊണ്ടാണ്. ഓട്ടോമാറ്റിക്കായി വരുന്നതല്ല. അള്ളാഹിനെ നമ്മൾ ദിക്ർ കൊണ്ട് അള്ളാഹിനെ ഫോക്കസ് ചെയ്തു, അള്ളാഹ് നമ്മളുമായി അടുത്തു. നമ്മൾ നടക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹ് ഓടി നമ്മുടെ അടുത്തേക്ക് വന്നു. മറ്റു മാസങ്ങളിൽ നമ്മൾ ഈ ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ റമദാൻ മൈൻഡ് സെറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് മാത്രം ആലോചിച്ച് നമ്മൾ സ്വർഗത്തേക്ക് എത്തും. എങ്ങനെ ആ റമദാൻ മൈൻഡ് സെറ്റ് നമുക്ക് നിലനിർത്താൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കാം. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഹദീസിലൂടെ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഒരു ദിവസം ആലോചിക്കണം എന്നുള്ളതാണ്. എണ്ണപ്പെട്ട ദിവസമാണ്, കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ മരിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോ സുബ്ഹിയും റമദാനിന്റെ സുബ്ഹിയേക്കാൾ സുന്ദരമായ സുബ്ഹിയായിട്ട് മാറും. ഞാൻ മരിക്കും, ഏത് നിമിഷവും മരിക്കും. ഇത് എൻ്റെ ലാസ്റ്റ് നിസ്കാരമാകാം, ലാസ്റ്റ് സക്കാത്താകാം, ലാസ്റ്റ് പുഞ്ചിരിയാകാം, ലാസ്റ്റ് സദക്കയാകാം എന്നത് നമുക്ക് ബോധപൂർവ്വം, ഞാൻ പറയുന്നത് നമുക്ക് നല്ല മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ബോധപൂർവം കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ ദിവസവും വിജയിക്കണം, അല്ലാതെ രക്ഷയില്ല. ഓരോ ദിവസവും നമ്മൾ വിജയിക്കണം. അപ്പം എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നത് ഫിക്സ് ചെയ്യാൻ, ഞാൻ ഈ പറയുന്നതൊക്കെ പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളോടൊരു എന്താണ് നമ്മൾ ഷെയർ ചെയ്യാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും എണ്ണപ്പെട്ട ദിവസമാണ് എന്ന് നമ്മളെ തന്നെ ഓർമ്മിച്ചാൽ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം മാറുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്, അള്ളാന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ ഇതിൽ ഭയങ്കര വീക്കാണ്. നമ്മൾ അള്ളാന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഒരാളോട് പുഞ്ചിരിക്കുമ്പം പടച്ചവൻ എനിക്ക് പ്രതിഫലം തരുന്നുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പ്രാർത്ഥിച്ച് നേടുന്ന ശീലം നമ്മൾ ഉണ്ടാക്കുക. ഒരു ഖുർആൻ ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് പോകുമ്പോൾ പടച്ചവനെ ഇത് നിനക്ക് വേണ്ടി മാത്രമാണ്, നീ ഇത് സ്വീകരിക്കണേ, എനിക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ സമയവും അള്ളാഹിനോട് പ്രതിഫലം ചോദിച്ചിട്ട് ഒരു 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 ഇൻസിഡന്റ് ആയിട്ട് അത് മാറ്റുക. എന്ന് വെച്ചാൽ സാധാരണ എന്തോ നടക്കുന്ന സാധനമല്ല. ഒരു മുള്ള്, ഒരു ആണി, ഒരു തടസ്സം വഴിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ റബ്ബന പടച്ചവനെ ഇത് നീ സ്വീകരിക്കണേ, ഇതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രതിഫലവും അള്ളാഹുമായിട്ടുള്ള ഈ പ്രാർത്ഥനയെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാക്കി വെക്കുക. നമ്മുടെ ആരാധനകൾക്ക് പുതിയ വർണ്ണമുണ്ടാവും, പുതിയ സുഗന്ധം ഉണ്ടാവും, പുതിയ എനർജി നമുക്ക് ഫീൽ ചെയ്യും. ദുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുഹർ നിസ്കരിച്ചതിന് ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പടച്ചവനെ ഇത് ഞാൻ നിനക്ക് വേണ്ടി. ഓരോ ആരാധനയും ഓരോ നല്ല പ്രവർത്തനവും ഒരു ഇൻസിഡൻ്റ് ആക്കി മാറ്റാം. നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഇൻസിഡൻ്റ് ആയിട്ട് മാറ്റാം. മാറ്റം ഇതിൽ ഫോക്കസ് ചെയ്താൽ മതി. മാറ്റം നമ്മുടെ ഒഴുക്കൻ ജീവിതം മാറ്റാനുള്ള ഏറ്റവും സുന്ദരമായ ടൂളാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ ടൈമിങ് നമ്മൾ നോക്കി നോക്കുക. നിസ്കാരത്തിന്റെ ടൈമിങ് എന്താണ്? സുബഹി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പം ളുഹർ ഒരു മാറ്റാണ്. ളുഹറിന് നമുക്ക് നിന്നിട്ട് മാറാം, നമുക്ക് തീരുമാനിക്കാം പടച്ചോനെ ഈ ളുഹർ നമസ്കാരത്തോടു കൂടി ഞാൻ നന്നാവും. ഇനി നന്നായിട്ടില്ലെങ്കിൽ എന്താ, അസർ വരെ പടച്ചോൻ ആയുസ് നീട്ടി തന്നില്ലേ, അസറിന് മാറ്റാൻ കഴിയും. ഓരോ ദിവസവും 5 നേരം ഈ മാറ്റത്തിനുള്ള അവസരം അള്ളാഹ് തരികയാണ്. ഈ മാറ്റം ആ അവസരം നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ഒഴുക്കൻ ജീവിതം പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മാറ്റത്തിനുള്ള ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യുക, നമ്മൾ ഇതാക്കുക. മനസ്സുകൊണ്ട് റെഡിയാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിടിച്ചു വെക്കുക, മറികടക്കുക, ഒഴിവാക്കുക എന്നുള്ളത് ബോധപൂർവം ചെയ്യേണ്ടുന്ന കാര്യമാണ്. അള്ളാഹ്ക്ക് വേണ്ടി മടിയെ ഞാൻ മറികടക്കുകയാണ്. ആ മറികടക്കാനുള്ളൊരു കോൺഷ്യസ് എഫേർട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ, ഈ ഹദീസുകൾ നോക്കി, ഈ ഹദീസൊക്കെ നമ്മൾ കേട്ടായിരിക്കും. ഈ ഞാൻ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട് ഈ ഹദീസുകൾ ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ മറികടക്കണം. ഒരു വിശ്വാസി തൻ്റെ പാപത്തെ ഒരു ഭയാനകമായ പാറക്കെട്ടായിട്ട് കാണുന്നു. ഭയങ്കര സൈക്കോളജിക്കൽ അല്ലേ? ഒരു വിശ്വാസി തൻ്റെ ഒരു തെറ്റിനെ ഭയാനകമായ ഒരു പാറക്കെട്ടായി കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഓരോ തെറ്റിനെയും വലിയ ഭയാനകമായ പാറക്കെട്ടായി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരദൂഷണം അങ്ങനെ അങ്ങ് പോവാണ്, നിസ്കാരം കഴിവാക്കൽ, ഓരോ തെറ്റിനെയും വലിയ വിഷയമായി കാണുന്നു. അത് തൻ്റെ മേൽ ഇടിഞ്ഞു വീഴുമെന്ന് അവൻ ഭയപ്പെടുന്നു. ഭയങ്കര സൈക്കോളജിക്കലാണ്. ഒരു വലിയ ഭയാനകമായ പാറക്കെട്ട് തൻ്റെ മേൽ ഇടിഞ്ഞു വീഴുമെന്ന് അവൻ ഭയപ്പെടുന്നു. അതേസമയം അവിശ്വാസി തൻ്റെ പാപത്തെ
മൂക്കിലൂടെ കടന്നു പോകുന്ന ഒരു ഈച്ചയായിട്ട് കാണുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് റമളാന്റെ ആ മൈൻഡ് സെറ്റ് അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയും. അള്ളാഹു നമുക്ക് അതിനൊരു കഴിവും ഈമാനും നൽകുമാറാകട്ടെ. ഇതിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പിന്നെ തോന്നുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഖുർആനിലെ കുറച്ച് ആയത്തുകളുണ്ട്. ഖുർആൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ഈമാൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇങ്ങനെ നേടിയിട്ട് അങ്ങനെ തന്നെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമായിട്ടല്ല പരിചയപ്പെടുന്നത്. ഈമാൻ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം നിലനിർത്തേണ്ടുന്ന ഒരു സാധനമായിട്ടാണ് പണിയുന്നത്. ബുദ്ധിമുട്ടോടുകൂടി പണിപ്പെട്ട് അത് എത്ര പണ്ഡിതനായാലും എത്ര വലിയ ആളായാലും. ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന കുറേ, നമ്മളെ അള്ളാഹ്ക്ക് അറിയാം, അതുകൊണ്ട് പറയുന്ന കുറേ ആയത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ആയത്ത് സൂറ നഹ്ലിൽ 92-ാമത്തെ ആയത്തിൽ വളരെ സുന്ദരമായ ഒരു സിമിലി പാരബിൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഉദാഹരണം അല്ല പറയാണ്. വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഭദ്രതയോടെ നൂൽ നൂറ്റ ശേഷം അത് പല തുണ്ടുകളാക്കി പൊട്ടിക്കളഞ്ഞവളെ പോലെ നിങ്ങളാകരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു സാധനം ഇങ്ങനെ നൂറ്റിങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അത് പൊട്ടിച്ച് കളയുന്നു. അങ്ങനെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് 30 ദിവസം എല്ലാം നല്ല ക്യാരക്ടറൊക്കെ നല്ല സുന്ദരാക്കി കൊണ്ടുവന്നിട്ട് ഈദ് കഴിഞ്ഞിട്ട് അത് മൊത്തം കൊളാക്കി കഴിയുന്നവരായിട്ട് നമ്മൾ പോകരുത്. അള്ളാഹ് ആദ്യമേ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് ഹാമീം സജ്ദ 30-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരാണ്? അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞവർ. സുമ്മസ്തഖാമു, എന്നിട്ട് അതിൽ ഉറച്ചു നിന്നവർ. അപ്പോൾ രണ്ട് പ്രോസസ്സാണ്. അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രോസസ്സാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമാനിൽ ഉറച്ചു നിൽക്കുക. റമളാന്റെ ആ ഈമാനിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. സൂറ നിസാ 137-ാമത്തെ ആയത്തിൽ ഇത് നോക്കിട്ടാ, ഈ ആയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിൽ വലിയ ഇടിമുഴക്കങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന ആയത്തുകളാണ്. മനുഷ്യൻ എങ്ങനെയൊക്കെ ആകാൻ കഴിയും എന്നതിൻ്റെ ആയത്താണ്. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവർ, സുമ്മ കഫറു, പിന്നെ കുഫർ ചെയ്തവർ, സുമ്മ ആമനു, പിന്നെയും വിശ്വസിച്ചവർ, സുമ്മ കഫറു, പിന്നെയും അവിശ്വസിച്ചവർ, സുമ്മസ്ദാദു കുഫറ. ഇങ്ങനെ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസിയായിട്ട് പിന്നെ ഇടയ്ക്ക് കുഫറാകുക, പിന്നെയും വിശ്വാസിയാകുക, പിന്നെയും കുഫറാകുക, ഒരു ദിവസം നല്ല നിസ്കാരം, പിന്നെയും നിസ്കാരം പോവുക. ഇത് മനുഷ്യന് സാധ്യമായ ഒരു ഇതാണ്. അള്ളാഹു പറയുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുമ്മസ്ദാദു കുഫറ, അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഇങ്ങനെ ആകെ കൂടെ. റമളാനിൽ ഭയങ്കര സംഭവം, റമളാൻ കഴിഞ്ഞിട്ട് ആകെ പോയി, പിന്നെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആകുന്നത് എന്താണ്? വലിയ പ്രശ്നമാണ് അള്ളാഹ് പറയുന്നത് കാണാൻ പറ്റും. സൂറ ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്തിൽ ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. എന്താണ് അത് പറയുന്നത്? അള്ളാഹുവെ ഹിദായത്ത് നൽകിയതിന് ശേഷം നീ അതിനെ എടുത്തു കളയരുതേ എന്നാണ്. അപ്പൊ ആ സാധ്യത ഉണ്ട്. ഹിദായത്ത് ഉള്ളതിന് ശേഷം അത് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ ആയത്ത് സൂറ ഹജ്ജിലെ 11-ാമത്തെ ആയത്തിൽ വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. ഓരത്ത് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പോകും. റമളാൻ ആയി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര മുഅ്മിൻ. റമളാൻ കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കോ എന്തിനോ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇതെന്താണ്? വലിയ പ്രശ്നമാണ് എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് നോമ്പുമായി ബന്ധപ്പെട്ട് പിന്നെ പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. നോമ്പിൽ നമ്മൾ നേടിയത് തഖ്വയാണ്. തഖ്വ എന്താണ്? ഓർമ്മയുണ്ട് തഖ്വ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇങ്ങനത്തെ കുറേ കൺസെപ്റ്റുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഒരു കുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ എളുപ്പത്തിൽ മനസ്സിലാണ്. അതിലെന്താണ്? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, തഖ്വ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായാലേ ആ 1-ാം ക്ലാസ്സിൽ ഇസ്ലാമിലേക്ക് കടക്കാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നന്മ ചെയ്യാൻ പോകുമ്പോൾ ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാവും. ആ പ്രലോഭനങ്ങളെ തടുക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കഴിവാണ് തഖ്വ. സിമ്പിളാണ്. പ്രതിരോധിക്കാനുള്ള മനസ്സിൻ്റെ കഴിവാണ് തഖ്വ. ഈ തഖ്വയാണ് നമ്മൾ നോമ്പിലൂടെ നേടിയെടുത്തത്. ആ തഖ്വയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിതത്തിലുടനീളം ജീവിക്കാൻ കഴിയില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം.
സൂറ അഅറാഫിൽ 201 ആയത്തിൽ ഇന്നല്ലദീന തഖൗ, തഖ്വ ഉള്ളവർ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ ഉള്ളവരുടെ ഒരു ക്യാരക്ടർ, ഷെയ്ത്താൻ അടുത്തേക്ക് വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ തന്നെ തദക്കറു, അള്ളാഹനെ ഓർക്കും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഉൾക്കാഴ്ച ഉള്ളവരാകും. ഞാൻ പറഞ്ഞ ക്ലിയർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിലേക്ക് വഴുതി വീഴുന്ന ഒരു സെക്കൻഡ് ഉണ്ട്, തെറ്റിന് മുന്നേ ഒരു സെക്കൻഡ് ഉണ്ട്. നമ്മളിങ്ങനെ പോകുന്നു, ഒരു നോക്കാൻ മോശമായൊരു കാഴ്ച ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ വരുന്നു, നമ്മൾ നോക്കിയിട്ടില്ല, നോക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സെക്കൻഡ് ഉണ്ട്. ആ സെക്കൻഡിൽ തഖ്വ നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തദക്കറു, അള്ളാന്റെ ഓർമ്മ നമുക്ക് വരും, നമ്മൾ അതിൽ നിന്ന് ഇതാവും. നമ്മളെ പ്രശ്നം ഈ സെക്കൻഡിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. തഖ്വ നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നതിൻ്റെ ഒരു ഗുണം അതാണ് എന്ന് കാണാൻ പറ്റും. ഇനി പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ അത്രയും കാര്യങ്ങളാണ് പറയണം എന്ന് വിചാരിച്ചത്. അവസാനത്തെ ഒരു വിഷയം, ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, ഖുർആനുമായിട്ടുള്ള ബന്ധം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും ഖുർആനുമായിട്ട് ധാരാളം ബന്ധപ്പെട്ട ഒരു മാസമാണ് കടന്നുപോയത്. ഖുർആനുമായിട്ടുള്ള ബന്ധം തുടരാനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകണം. ഖുർആനുമായിട്ടുള്ള ബന്ധമില്ലാതെ ഒരു വിശ്വാസിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഖുർആൻ നിരന്തരമായിട്ട് ഓതി തുടങ്ങേണ്ടുന്ന മാസമാണ് ശരിക്കും റമദാൻ. ഖുർആൻ എല്ലാ ദിവസവും കറക്റ്റ് ഒരു ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആയത്തുകളെങ്കിലും ഓതുന്ന ഒരു ശീലം നമുക്ക് റമദാനിൽ ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ്റെ ആ ഒരു സ്പിരിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ ഇപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാക്കണം. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ എന്താണ്? പ്രവാചകന്റെ റമദാനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രവാചകൻ എന്താ സംഭവിച്ചത്? ലൈലത്തുൽ ഖദർ സംഭവിച്ചു. നമുക്കും ലൈലത്തുൽ ഖദർ സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ സംഭവിച്ചു. എന്താ ലൈലത്തുൽ ഖദർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. എന്ന് വെച്ചാൽ പ്രവാചകനിൻ്റെ ഉള്ളിൽ ഖുർആൻ ഇറങ്ങി. നമ്മളെ ഉള്ളിലും ഖുർആൻ ഇറങ്ങിയ മാസമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ലൈലത്തുൽ ഖദർ കഴിഞ്ഞ് നേരെ സ്വർഗത്തിലേക്കല്ല പ്രവാചകൻ പോയത്. എന്താ സംഭവിച്ചത്? ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടാണ് ജീവിതത്തിന്റെ ചൂട് പ്രവാചകൻ അനുഭവിക്കുന്നത്. ഹിജ്റ, ബദർ, ഉഹുദ്, ഖന്തക്ക്, പിന്നെ ഖദീജ ബീവി മരണപ്പെടുന്നു, അബൂ താലിബ് മരണപ്പെടുന്നു, നാണക്കേട്, പരിഹാസം, ഇതൊക്കെ ഇതിലൂടെ പ്രവാചകൻ ശക്തമായിട്ട് പിടിച്ചു നിന്നത് ലൈലത്തുൽ ഖദറിലൂടെയാണ്. എന്ന് വെച്ചാൽ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ. എന്താ സംഭവിച്ചത്? 1000 മാസത്തേക്കാൾ പുണ്യം, 1000 മാസത്തിന്റെ ശക്തി, 1000 മാസത്തിന്റെ ആത്മീയത, 1000 മാസത്തിന്റെ അള്ളാഹുമായിട്ടുള്ള സ്നേഹം ആ മനസ്സിലിറങ്ങിയതാണ്. നമ്മുടെ ലൈലത്തുൽ ഖദറിന് എന്താ സംഭവിച്ചത് നമ്മൾ ആലോചിച്ച് നോക്കാം. റമദാനിന്റെ ആ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ എന്താക്കി മാറ്റണം? ജീവിതത്തിൽ പിന്നെ പ്രവാചകനുമായി തന്നെ, പ്രവാചകൻ അതിനുശേഷം എങ്ങനെയാണോ ഖുർആനെ കൊണ്ടു നടന്നത് അതുപോലെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയണം. കുറച്ച് കാര്യങ്ങളാണ് ഷെയർ, ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നല്ല ശീലങ്ങൾ എന്ത് ചെയ്യരുത്, എന്താണ്, കുളമാക്കി നഷ്ടമാക്കി പോകരുത്. സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം, സ്വർഗത്തിലെത്തണം. എത്താൻ വേണ്ടിയിട്ട് അള്ളാഹ് തന്ന വലിയൊരു സുവർണാവസരമാണ് റമദാനിലെ മാറ്റം. 2 ആഴ്ച ആയിട്ടുള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ധാരാളം, നേരത്തെ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ പോലെ ധാരാളം നമ്മൾ കഷ്ടപ്പെട്ട് ഇഴഞ്ഞ നൂലുകൾ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇന്ന് ഇൻഷാ അല്ലാഹ് തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കാൻ അവസരങ്ങളാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാളെ സുബഹിക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് തീരുമാനിക്കാം ആ റമദാനിലേക്ക് നമ്മൾ തിരിച്ചു പോകുമെന്നുകൊണ്ട്. എന്തുകൊണ്ട് നമുക്ക് റമദാനിലെ പോലെ തന്നെ എല്ലാ ദിവസവും ജമാഅത്ത്, എപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെടുന്ന ജമാഅത്ത് പോലെ എല്ലാ ദിവസവും ജമാഅത്ത് ബോധപൂർവം നിയ്യത്തായിട്ട് നമ്മൾ തീരുമാനിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റുകൾ റമദാനിലെ പോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്ന, നമ്മൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവാം, പടച്ചവനെ നമുക്കറിയില്ല എപ്പോഴാണ്. അതിനു മുന്നേ അതേ മൈൻഡ് സെറ്റിൽ അടുത്ത റമദാൻ വരെ നമ്മൾ പിടിച്ചു നിൽക്കും എന്ന് നമ്മൾ തീരുമാനിക്കുക. ഖുർആൻ പാരായണങ്ങൾ നമ്മളങ്ങനെ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ആരാധനകളുടെ ഇമ്പാക്റ്റ്, ആ ചൂട്, ആ നിറം, ആ സുഗന്ധം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്ന വിശ്വാസികളായിട്ട് നമുക്ക് മാറാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ വിഷയം, തെറ്റുകളെയും അള്ളാന്റെ മാർഗത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ബോധപൂർവം അള്ളാന്റെ മാർഗത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത റമദാൻ വരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആ ശീലങ്ങളായിട്ട് നമ്മൾ അതിനെ വീണ്ടെടുക്കുക. ധാരാളം പരീക്ഷണങ്ങളിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പരീക്ഷണങ്ങൾ. അപ്പം അള്ളാഹു ആ പരീക്ഷണങ്ങളിലൊക്കെ
പിന്നെ പിന്നെ സഹായവും ശക്തിയും ഈമാനും ഒക്കെ അള്ളാഹു ധാരാളം ഈ സമൂഹത്തിനും ഈ ഉമ്മത്തിനുമൊക്കെ നൽകുമാറാകട്ടെ. അള്ളാഹു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ലോകത്തിലെ ജനതകൾ, ധാരാളം ജനതകൾ, എല്ലാ രാജ്യത്തിലെയും, ഇറാനിലെ, ലബനാനിലെ, GCC രാജ്യങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലെയും മനുഷ്യർക്ക് അള്ളാഹു പിന്നെ ആശ്വാസവും സമാധാനവും സഹായവും ഒക്കെ അള്ളാഹു ധാരാളം നൽകുമാറാകട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് ഒരു നേതൃത്വത്തെ കൊടുക്കുമാറാകട്ടെ. ഈ ധീരമായിട്ട് ഈ ഉമ്മത്തിനെ നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അനീതി ഇല്ലാതാകുന്ന, നീതി കാണാൻ കഴിയുന്ന ഒരു ദിനം കാണാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പിടിച്ച് തെരുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ നോമ്പിനെ, ആ നോമ്പിലൂടെ നേടിയെടുത്ത എല്ലാ ഊർജത്തെയും എല്ലാ ആത്മീയതയും നിലനിർത്തി അള്ളാഹിനെ കാണുന്നത് വരെ ആത്മീയതയോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു ഈമാൻ, ഒരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.